കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി വടക്കുംഭാഗം പ്രദേശങ്ങളിൽ ആഴ്ചകളായി പകൽ സമയങ്ങളിലും കാട്ടാനകൾ തമ്പടിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധം. കൃഷിയിടങ്ങളും വീടുകളും മറ്റും നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതിലാണ് പ്രദേശവാസികൾ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി വടക്കുംഭാഗം പ്രദേശങ്ങളിൽ ആഴ്ചകളായി പകൽ സമയങ്ങളിലും കാട്ടാനകൾ തമ്പടിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിലാണ് പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധമുയർത്തുന്നത്. പകൽ 3 മണിയോടെ എത്തുന്ന 10ഓളം വരുന്ന കാട്ടാനക്കൂട്ടം റബ്ബർ തോട്ടങ്ങളിലാണ് ഇപ്പോൾ തമ്പടിക്കുന്നത്. പുരയിടത്തിലും കൃഷിയിടങ്ങളിലും കനത്ത നാശം വരുത്തുന്ന ആനകൾ പിറ്റേന്ന് രാവിലെയാണ് കാട്ടിലേക്ക് മടങ്ങുക. ഈ സമയം കൊണ്ട് റബ്ബർ മരങ്ങൾ, വാഴ, തെങ്ങ്, പച്ചക്കറികൾ, കയ്യാലക്കെട്ടുകൾ തുടങ്ങിയവയെല്ലാം ചവിട്ടിമെതിക്കും. ഓടിച്ചാലും വനത്തിലേക്ക് മടങ്ങാൻ കൂട്ടാക്കാത്ത ആനകൾ വഴിയാത്രക്കാർക്കും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും രക്ഷിതാക്കൾ ഭയക്കുകയാണ്. ആനകൾ ഇത്രയും സുരക്ഷാ ഭീഷണി ഉയർത്തിയിട്ടും ബന്ധപ്പെട്ട അധികാരികളാരും തിരിഞ്ഞു നോക്കാത്തത് ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. ഈ ആന ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ആന പറമ്പിൽ നിന്ന് മര പിടിച്ച് മറിച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആളെ കണ്ടപ്പോൾ ആന പക്കം മരത്തിലേക്ക് ആടി. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞ് വീട്ടിൽ പോയി കുറേ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരു 8-10 ആനയുണ്ട് പറമ്പിൽ. ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന മരങ്ങളൊക്കെ ഒടിച്ച് നശിപ്പിച്ച് ഇട്ടേക്കുവാണ്. വയോധികനായി ഞാൻ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജീവിത നിലവാര ആവശ്യത്തിന് വേണ്ടി ഞാൻ നട്ടു വളർത്തി ടാപ്പിങ് തുടങ്ങിയതാണ്. ഞാൻ ഫോറസ്റ്റുകാരെ 3-3:30 ആയപ്പോൾ വിളിച്ചു പറഞ്ഞു. ആരും ഇതുവരെയും വന്നു അന്വേഷിക്കുകയോ ഓടിച്ചു കളയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ 8-10 എന്താ അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വന്ന് 8-10 പറമ്പിൽ നിന്ന് ഓടിച്ച് താഴത്തെ കുടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി അധികാരപ്പെട്ടവർ ഇതിന് നടപടി എടുക്കണം. ഞാൻ എൻ്റെ ജീവിതമാർഗം ആണ് ഞാൻ ഇന്ന് നശിപ്പിച്ചിട്ടേക്കണേ. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണിവിടെയെന്നും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം കിട്ടണമെന്നും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം എത്രയും വേഗം ഉണ്ടാകണമെന്നും പ്രദേശവാസികളായ ജോണും ജുവൽ ജൂഡിയും ആവശ്യപ്പെട്ടു. ഞങ്ങൾ അധികാരികളെല്ലാം വിളിച്ചു പറഞ്ഞു, ഫോറസ്റ്റുകാരെ വിളിച്ചു, ആരും വരാനില്ല. ഈ നേരം വരെ ആരുമില്ല. ഈ ചേട്ടൻ റബ്ബർ തോട്ടമാണ് നിൽക്കണേ. ആ റബ്ബർ തോട്ടത്തിൽ ഒരു 300ഓളം മരം ഉണ്ടായിരുന്നില്ല, ഇനി ഒരു 50ഓളം മരം ബാക്കിയുള്ളൂ. റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന മരമാണ്. ആ മരം മുഴുവൻ ആന നശിപ്പിച്ചു. അതുപോലെ അതെ തൊട്ടുപുറയിൽ ആന വന്ന് നിൽക്കുക, ആനക്കൂട്ടം നിൽക്കുക. നമ്മൾ വിളിക്കാവുന്ന എല്ലാ അധികാരികളും വിളിക്കും. ഞങ്ങൾ സൗണ്ട് താത്തിയാണ് പറയുന്നത്. സൗണ്ട് ഇച്ചിരി കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ചിലപ്പോൾ നമ്മളെ ആക്രമിക്കാൻ വരും. ഞങ്ങൾ നിൽക്കുന്നത് പട്ടയ ഭൂമിയിലാണ്. ഈ ആന കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നമ്മുടെ കൃഷിഭൂമിക്കിടെയാണ്. ഇതൊരു ഒരാഴ്ചയായിട്ട് ഒരു 3:30-4 മണിയാകുമ്പോഴത്തേക്കും ആന കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി നാശം തുടങ്ങുകയാണ്. നേരം വെളുത്ത് 6 മണി 7 മണിയായിട്ടും ആന തിരിച്ച് കാട്ടി കയറി പോണില്ല. ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ നമ്മൾ മുഴുവൻ അറിയിച്ചിട്ടും ഇതുവരെ ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് അവർ മുന്നിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്ത് നോക്കി സൂം ചെയ്ത് കണ്ടില്ല. ആന കാണാവാ, ആനക്കൂട്ടം ഇറങ്ങി നിൽക്കുകയാണ്. ഇത് കാടല്ല, ഞങ്ങൾ കൃഷി ഉപേക്ഷിച്ച് പോയേക്കണ പറമ്പുകളാണ് ഇതൊക്കെ, പട്ടയ ഭൂമിയാണ് ഇതൊക്കെ. ഈ ചേട്ടൻ തൊട്ട് എപ്പുറം കാണുന്നത് റബ്ബർ തോട്ടമാണ് കാണുന്നത്. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.